നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലാലീസ് ഹൈപ്പർ മാർക്കറ്റ്, ലാലീസ് മാൾ, പട്ടിക്കാട് സെന്റർ, തൃശൂർ. കേന്ദ്ര അവഗണന എന്ന വ്യാജ പ്രചരണം അവസാനിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രൻ. പാണഞ്ചേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് മുൻകാല പ്രവർത്തകരെയും രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെയും ആദരിച്ചു. കടൽ മണൽ ഖനനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് AITUC ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി മണ്ണുത്തിയിൽ പ്രകടനം നടത്തി. മാടിക്കത്ര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. മാടിക്കത്ര ഗ്രാമപഞ്ചായത്തിൽ 185 കുടുംബങ്ങൾക്ക് ബയോബിൻ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. 8 വർഷങ്ങളിലായി 4000-ഓളം വീടുകളിൽ ബയോബിനുകളും റിംഗ് കമ്പോസ്റ്റുകളും പഞ്ചായത്ത് വിതരണം ചെയ്തിട്ടുണ്ട്. മാലിന്യമുക്ത നവകേരളത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുക്കളയിലെ മാലിന്യങ്ങൾ വെറുതെ കളയാതെ ബയോബിൻ അല്ലെങ്കിൽ റിംഗ് കമ്പോസ്റ്റുകളിൽ നിക്ഷേപിച്ച് ഇന്നോക്കുലം ഇട്ട് സംസ്കരിച്ച് അടുക്കളത്തോട്ടത്തിലെ കൃഷിയടക്കം എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. മാലിന്യത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ലറി വെള്ളത്തിൽ ചേർത്ത് പുഴുക്കേടുകൾ ബാധിച്ച പച്ചക്കറികളിൽ പ്രയോഗിക്കാവുന്നതാണ്. ബയോബിനും റിംഗ് കമ്പോസ്റ്റുമൊക്കെ സബ്സിഡി നിരക്കിലാണ് പഞ്ചായത്ത് ഗുണഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നത്. 2024-25 സാമ്പത്തിക വർഷത്തിൽ 3,99,600 രൂപ വകയിരുത്തിയാണ് 185 കുടുംബങ്ങൾക്കുള്ള ബയോബിൻ വിതരണം നടത്തിയത്. താണിക്കുടം UP സ്കൂളിൽ വെച്ച് നടന്ന വിതരണത്തിൽ പഞ്ചായത്ത് അംഗങ്ങളായ EV പുഷ്പാങ്കദൻ, PH സജീവ്, തുളസി സുരേഷ്, സിമി സുനേഷ്, സുകന്യ ബൈജു, ജിൻസി ഷാജി, വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ ലക്ഷ്മി, നിർവഹണ ഉദ്യോഗസ്ഥനായ സാജു, ഇന്റേണായ അഞ്ജലി തുടങ്ങിയവർ പങ്കെടുത്തു. ബയോബിൻ എങ്ങനെ ഉപയോഗിക്കണമെന്നതിനെക്കുറിച്ച് വിശദമായ ക്ലാസ് കുടുംബങ്ങൾക്ക് നൽകി. കേന്ദ്ര അവഗണനയെന്ന വ്യാജ പ്രചരണം അവസാനിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് K. സുരേന്ദ്രൻ. കേരളത്തെ കേന്ദ്രം അവഗണിക്കുകയാണെന്ന വ്യാജ പ്രചരണം ഇനിയെങ്കിലും അവസാനിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഭരണപരാജയം മറച്ചുവെക്കുവാൻ എല്ലാം കേന്ദ്രത്തിന്റെ തലയിലിടുന്ന പരിപാടി ഇനി നടക്കില്ല എന്നും കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമാണ് ആശാവർക്കർമാരുടെ സമരം. കേന്ദ്രം പണം നൽകാത്തതുകൊണ്ടാണ് ആശാവർക്കർമാർക്ക് വേതനം കിട്ടാത്തതെന്ന വ്യാജ പ്രചരണമാണ് LDF സർക്കാർ നടത്തിയത്. നിർഭാഗ്യവശാൽ പ്രതിപക്ഷവും ഇതേ വാദം ഏറ്റുപിടിച്ചു. പാർലമെന്റിൽ അവർ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്തു. UDF സമരം ചെയ്യേണ്ടത് സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ കാര്യത്തിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കേരളം നൽകുന്നില്ല. കൃത്യമായ കണക്ക് സംസ്ഥാനം നൽകുന്നില്ല. ഇത് ഫണ്ട് ലഭ്യതയ്ക്ക് തടസ്സം സൃഷ്ടിക്കുകയാണ്. ദേശീയപാത നിർമ്മാണത്തിന്റെ കാര്യത്തിലും കേരളത്തിന്റെ വിഹിതം ലഭിക്കുന്നില്ല. പൂർണ്ണമായും കേന്ദ്ര ഫണ്ടിലാണ് നിർമ്മാണം നടക്കുന്നത്. NHMന്റെ ഫണ്ടിൽ കേന്ദ്രവിഹിതം കൃത്യമായി ലഭിച്ചപ്പോൾ സംസ്ഥാനം വിഹിതം നൽകുന്നില്ല. ഇത് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്നു. അർബൻ PMAY പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെച്ചില്ല. ജൽജീവൻ മിഷൻ പോലെ PMAYയും മുടക്കിയത് സംസ്ഥാന സർക്കാരാണ്. അയ്യങ്കാളി തൊഴിലുറപ്പ് പദ്ധതി 1 വർഷമായി നടക്കുന്നില്ല. ആയുഷ്മാൻ ഭാരത് കേരളത്തിൽ നടപ്പാക്കുന്നില്ല. ഇതൊന്നും ഇവിടുത്തെ പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നില്ല എന്നും സുരേന്ദ്രൻ പറഞ്ഞു. ജിം നടന്നതിൽ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 3 ലക്ഷം കോടിയല്ലാതെ വേറെന്ത് നിക്ഷേപമാണ് വന്നത്? കോടികൾ പൊടിച്ച് നടത്തിയ മാമാങ്കം കൊണ്ട് സംസ്ഥാനത്തിന് എന്ത് ഗുണമാണുണ്ടായത്? KV തോമസിനെ പോലെയുള്ളവരെ ദില്ലിയിൽ നിയമിച്ച് സർക്കാർ ദൂർത്തു നടത്തുകയാണ്. ഭരണപക്ഷവും പ്രതിപക്ഷവും കടൽ മണൽ ഖനനത്തിനെതിരെ സമരം തുടങ്ങിയത് എന്തടിസ്ഥാനത്തിലാണ്? സംസ്ഥാന സർക്കാർ കടൽ മണൽ ഖനനത്തിന്റെ ആഘാതം പരിശോധിക്കാൻ എന്തെങ്കിലും പഠനം നടത്തിയിട്ടുണ്ടോ? പിന്നെന്തിനാണ് ഈ സമരം നടത്തുന്നതെന്നും K. സുരേന്ദ്രൻ ചോദിച്ചു. വാർത്താസമ്മേളനത്തിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ P. രഘുനാഥ്, കോഴിക്കോട് സിറ്റി അധ്യക്ഷൻ KP. പ്രകാശ് ബാബു,
OBC മോർച്ച സംസ്ഥാന അധ്യക്ഷൻ NP രാധാകൃഷ്ണൻ, സംസ്ഥാന കൗൺസിൽ അംഗം O ഗിരീഷ് കുമാർ തുടങ്ങിയവർ സംബന്ധിച്ചു. പാണഞ്ചേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് വനിതാ ദിനത്തിൽ മുൻകാല പ്രവർത്തകരെയും പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെയും ആദരിച്ചു. 15 വർഷക്കാലത്തിലേറെയായി ജനപ്രതിനിധിയായും പൊതുപ്രവർത്തകയായും രാഷ്ട്രീയ പ്രവർത്തകയായും പ്രവർത്തിച്ചു വരുന്ന പാണഞ്ചേരിയിലെ ഏക വനിതാ UDF മെമ്പറായ സുശീല രാജിനെയും KSU മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ പ്രവർത്തിച്ച് മഹിളാ കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകയായിരുന്ന ഭവാനി രാജിനെയും മഹിളാ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകയും ഒരു ചിരി മറുചിരി ബമ്പർ ചിരി താരവുമായ മേരി ചാണ്ടി കാടാപുരത്തിനെയും ആദരിച്ചു. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നിർമ്മല, മുൻ പ്രസിഡന്റ് ലീലാമ തോമസ് തുടങ്ങിയവർ ചേർന്ന് ആദരവ് നടത്തി. മണ്ഡലം പ്രസിഡന്റ് ഫസീല നിഷാദ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ ബിന്ദു കുമാരൻ, ഷീന ചന്ദ്രൻ, സ്മിത മുരളി, സുശീല രാജൻ, ബീന മുതലായവർ സംസാരിച്ചു. പുത്തൂർ ഗവൺമെന്റ് LP സ്കൂളിൽ സംഘടിപ്പിച്ച BRC തലം പഠനോത്സവം ഉല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KR രവി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പുത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അശ്വതി സുനീഷ് അധ്യക്ഷത വഹിച്ചു. വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ മാറ്റപ്പെട്ട വിദ്യാലയങ്ങൾ ഇപ്പോൾ കൂടുതൽ ഉയർന്ന് 100% വിജയത്തിലേക്ക് എത്തിയെന്നും ഇതിന്റെ കാരണം എന്നത് വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങളും പുതിയ പാഠ്യപദ്ധതികളുമാണെന്നും ഇന്ന് ഓരോ വാക്കും കുട്ടികൾ നേരിട്ട് കണ്ടും കേട്ടുമാണ് പഠിക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KR രവി പറഞ്ഞു. ഒല്ലുക്കര BRC അംഗം ഫേബ K ഡേവിസ് പദ്ധതി വിശദീകരണം നടത്തിയ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ PS ബാബു, സുരേഷ് ബാബു, സിനി പ്രദീപ് കുമാർ, പഞ്ചായത്ത് അംഗം ലിബി വർഗീസ്, സ്കൂൾ പ്രധാനാധ്യാപിക റിംസി ജോസ്, സ്കൂൾ PTA പ്രസിഡന്റ് ചിന്തു ചന്ദ്രൻ, MPTA പ്രസിഡന്റ് മേഘ സുമേഷ്, SRG കൺവീനർ സൗമ്യ സുഗതൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും പാഠഭാഗങ്ങളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു. ിലേക്ക് വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ മാറ്റി നിർത്തപ്പെട്ട സ്കൂളുകൾ കൂടുതൽ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നു, കൂടുതൽ വിജയം കൈവരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, 100% വിജയം കൈവരിക്കുന്ന സ്കൂളുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അത് ഹയർ സെക്കൻഡറി മേഖലയിലാണെങ്കിലും ശരി, ഹൈസ്കൂൾ മേഖലയിലാണെങ്കിലും ശരി, 100% വിജയം കൈവരിക്കുന്ന സ്കൂളുകളായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന പുതിയ പരീക്ഷണങ്ങളും പുതിയ പാഠ്യപദ്ധതികളുമാണ് എന്നതിൽ ഒരു സംശയമില്ല. അപ്പൊ ഞാനൊക്കെ പഠിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും ആദ്യം പഠിപ്പിച്ച വാക്ക്, മൊബൈലിലൊക്കെ ഒരു കോമഡി ഗാനം കേട്ട് നമ്മളൊക്കെ ചിരിച്ചിട്ടുള്ളത് പോലെ ഏറ്റവും ആദ്യം പഠിച്ചിട്ടുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ തറ. പാഠപുസ്തകത്തിലും അത് തന്നെയായിരുന്നു, തറ, പറ. അപ്പൊ ഈ തറയും പറയുമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് പുതിയ കാലത്ത് ഇനി തറയും പറയുമാണെങ്കിൽ തന്നെ എങ്ങനെയാണ് തറയും പറയും എന്നത് കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പഠിപ്പിക്കുന്ന തരത്തിൽ ഓരോ വിഷയത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഓരോ വാക്കും കുട്ടികളുടെ മനസ്സിൽ ഹൃദയസ്ഥമാക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിക്കാണ് രൂപം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പഠനം തുടങ്ങുന്ന സമയത്ത് ഒരു പ്രവേശനോത്സവം വരുന്നുണ്ട്, അവസാനിക്കുന്ന സമയത്ത് ഒരു പഠനോത്സവം വരുന്നുണ്ട്, പിന്നെ ഇടയ്ക്കിടയ്ക്ക് സ്കൂളുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉത്സവങ്ങൾ വേറെ. ഈ എല്ലാ ഉത്സവങ്ങളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് കുട്ടികളുടെ പിന്നെ പഠനാന്ത്യ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തു കഴിഞ്ഞാൽ അവരെ കൊണ്ട് ഉന്നത വിജയം കൈവരിക്കാൻ ഉപകരിക്കുന്ന തരത്തിൽ അവരെ പ്രാപ്തമാക്കിയെടുക്കുന്നത്. കടൽ മണൽ ഖനനം പദ്ധതി കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യമുയർത്തി മത്സ്യത്തൊഴിലാളി കോർഡിനേഷൻ കമ്മിറ്റി നടത്തുന്ന പാർലമെന്റ് മാർച്ചിനെ പിന്തുണ പ്രഖ്യാപിച്ച് AITUC ഒല്ലൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ണുത്തിയിൽ പ്രകടനം നടത്തി. AITUC ജില്ലാ വൈസ് പ്രസിഡന്റ് സഖാവ് PD റെജി ഉദ്ഘാടനം ചെയ്തു. പാരിസ്ഥിതിക ആഘാത പഠനം നടത്താതെ
ജിയോളജിക്കൽ പഠന റിപ്പോർട്ടിന്റെ മറവിൽ നടത്താൻ പോകുന്ന കടൽ മണൽ ഖനനം മറ്റൊരു സുനാമിക്ക് വഴിയൊരുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക ആഘാതവും നടത്താതെയുള്ള ഖനനം കോർപ്പറേറ്റ് കൊള്ളയ്ക്ക് വഴിയൊരുക്കലാണെന്നും അദ്ദേഹം പറഞ്ഞു. പരപ്പയിലെ ഖനനം കേരളത്തിന്റെ കടൽ സമ്പത്തിനെ നശിപ്പിക്കും. ഇതിനെതിരെ ബഹുജന പ്രക്ഷോഭം ഉയർന്നുവരണമെന്നും പറഞ്ഞു. സഖാവ് MK മുരളീധരൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ AITUC മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് MA എൽദോ മുഖ്യപ്രഭാഷണം നടത്തി. കിസാൻ സഭ സഖാവ് സന്തോഷ് അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. സഖാവ് വിനേഷ് നന്ദി പറഞ്ഞു. സഖാക്കളായ ബിന്നി വർഗീസ്, സേതു താണിക്കുടം, KA സുരേഷ് ചെറുകുന്ന് തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന തൊഴിലാളികളുടെ നയത്തെക്കുറിച്ച് കേന്ദ്ര സർക്കാർ ഇക്കാലഘട്ടത്തിൽ ഉയർത്തി വരുന്ന കോർപ്പറേറ്റ് അനുകൂല സമീപനങ്ങളുടെ കുറിച്ചൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിനകത്ത് വളരെ വ്യക്തമായി ഈ വരുന്ന 12-ാം തീയതി നാളെ ഈ രാജ്യത്തിലെ മത്സ്യത്തൊഴിലാളികൾ ഒന്നടക്കം ഇന്ത്യൻ പാർലമെന്റിന് മുൻപിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ സമരം സംഘടിപ്പിക്കുകയാണ്. സമരത്തിന്റെ മുദ്രാവാക്യം എന്ന് പറഞ്ഞാൽ ഇന്നലകളിൽ നമ്മുടെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, നമ്മുടെ മലകൾ, നമ്മുടെ തോടുകൾ മുതലായവ കോർപ്പറേറ്റുകൾക്ക് വീതം വെച്ച് കോർപ്പറേറ്റുകൾക്ക് കൊള്ളയടിക്കുവാൻ വേണ്ടി കേന്ദ്ര സർക്കാർ അവസരം കൊടുത്തതുപോലെ കേന്ദ്രം ഒരു പുതിയ നയം കൊണ്ടുവരികയാണ്, പുതിയൊരു സാമ്പത്തിക നയം കൊണ്ടുവരികയാണ്. അതിൻ്റെ പേര് ബ്ലൂ എക്കോണമി, നീല സമ്പദ് വ്യവസ്ഥ എന്നാണ് സർക്കാർ അതിന് പേര് നൽകിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറയുന്നത് ഈ രാജ്യത്തിനകത്ത് നിർമ്മാണ മേഖലയ്ക്ക് മണൽ കിട്ടുന്നില്ല. അപ്പോൾ കടലിനകത്ത് ഒരുപാട് മണലുണ്ട്. അപ്പോൾ ആ മണലൊക്കെ അങ്ങ് എടുക്കാം, അത് നിർമ്മാണ മേഖലയ്ക്ക് ഉപയോഗിക്കാമെന്ന് ആർക്കും ദോഷകരം തോന്നാത്ത ഒരു നിർദ്ദേശമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. എന്നാൽ അതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമാണ്. കേരളത്തിൻ്റെ കടലോരത്തിൽ സ്ഥിതി ചെയ്യുന്ന മണൽവാഹനം എന്ന് പറയുന്നത് ബ്ലാക്ക് മണലാണ്, കരിമണലാണ്. ധാതു ലയനങ്ങൾ ഇഷ്ടം പോലെയുള്ളത് മണലാണ്. അതിൽ നിന്നുമുള്ള ധാതുക്കൾ കൊള്ളയടിച്ച് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വിറ്റ് പണം സമ്പാദിക്കാൻ വേണ്ടി ഗൗതം അദാനിക്കും അതുപോലെ തന്നെ റിലയൻസിനും അടക്കമുള്ള ഇന്ത്യൻ കോർപ്പറേറ്റുകൾക്ക് വാതായനം തുറന്നു കൊടുക്കുന്ന സർക്കാരിൻ്റെ സമീപനമാണ് ഈ അല്ലെങ്കിൽ നമ്മുടെ കടൽ മണൽ ഖനന നയം എന്ന് പറയുന്നത്. ഈ നയത്തിന്റെ അപകടം അബ്ദുള്ളക്കുട്ടിയുടെ മനസ്സിന്റെ നൈപുണ്യം ഉടമയ്ക്ക് തിരിച്ചു ലഭിച്ചത് 5 ലക്ഷം രൂപയുടെ സ്വർണ്ണാഭരണങ്ങൾ. ചാലിപ്പാടം റോഡിൽ കൃഷ്ണകൃപയിൽ റിട്ടയർഡ് ആർമി ജീവനക്കാരന്റെ നഷ്ടപ്പെട്ട 8 പവന്റെ സ്വർണ്ണമാലകളാണ് ഓട്ടുപാറ TB റോഡിൽ വർഷങ്ങളായി ആക്രിക്കട നടത്തുന്ന പട്ടാമ്പി കാരക്കാട് പറമ്പിൽ അബ്ദുള്ളക്കുട്ടിയുടെ പാഴ്വസ്തുക്കളുടെ ചാക്കുകെട്ടിൽ നിന്ന് ഗോപാലകൃഷ്ണൻ തന്നെ കൊണ്ടുവന്ന് വിൽപ്പന നടത്തിയതിൽ നിന്നും കണ്ടെത്തിയത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വീട്ടിലെ പഴയ സാധനങ്ങളും മറ്റും ചാക്കിലാക്കി ഗോപാലകൃഷ്ണൻ ആക്രിക്കടയിൽ കൊണ്ടുപോയി വിറ്റിരുന്നു. ഗുരുവായൂർ ദർശനത്തിനായി ഗോപാലകൃഷ്ണന്റെ ഭാര്യ രാജലക്ഷ്മി പോകുവാനൊരുങ്ങുമ്പോൾ അണിയാനായി മാലകൾ നോക്കിയപ്പോൾ കാണാനില്ല. വീടിന്റെ മുക്കിലും മൂലയിലും സൂക്ഷ്മമായി പരിശോധിച്ചെങ്കിലും കണ്ടെത്തിയില്ല. നൊമ്പരപ്പെട്ട മനസ്സുമായി നേരം വെളുപ്പിച്ച് പിറ്റേ ദിവസം ഓർമ്മ വന്നതോടെ ആക്രിക്കടയിൽ പോയി നോക്കിയെങ്കിലും അബ്ദുള്ളക്കുട്ടിക്ക് പനിയായതിനാൽ കട തുറന്നിരുന്നില്ല. വിളിച്ച് വിവരം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ഉച്ചയ്ക്ക് മുൻപ് ഗോപാലകൃഷ്ണൻ സ്ഥലത്തെത്തുകയും പ്രമുഖരുടെ സാന്നിധ്യത്തിൽ കൊണ്ടുവന്നിരുന്ന ചാക്കുകെട്ടഴിച്ച് പരിശോധിച്ചപ്പോൾ അതിൽ നിന്നും 2 മാലകൾ ഉൾപ്പെടെ ബോക്സ് കാണുകയും അത് ഗോപാലകൃഷ്ണനെ സന്തോഷത്തോടെ നാട്ടുകാരെ സാക്ഷി നിർത്തി തിരികെ നൽകി അബ്ദുള്ളക്കുട്ടി സത്യസന്ധതയുടെ മാതൃക പുലർത്തി. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374.
സേവന രംഗത്ത് 25 കൊല്ലമായി മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന തട്ടിൽ ഫിനാൻസ് എന്ന സ്ഥാപനം 25ാം വയസ്സ് ആഘോഷിക്കുന്ന വേളയിൽ കാളത്തോട് സ്വന്തം ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. 1 ഗ്രാം സ്വർണത്തിന് കൂടുതൽ പണം, പലിശ നിന്ന ദിവസത്തേക്ക് മാത്രം, 5 മിനിറ്റിനുള്ളിൽ ലോൺ, 25 വർഷത്തെ പാരമ്പര്യം. നിങ്ങൾ തരുന്ന സ്വർണത്തിന് കൂടുതൽ പണം. തട്ടിൽ ഫിനാൻസ്, തട്ടിൽ ആർക്കേഡ്, കാളത്തോട്. ഹെഡ് ഓഫീസ് തട്ടിൽ ഫിനാൻസ്, കൽപ്പക കോംപ്ലക്സ്, മണ്ണുത്തി. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ്, ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, പിന്നെ? റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ദർഗാ ക്ഷണിച്ചു. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന തൃശൂർ ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റ് ഓഫീസിന്റെ ആവശ്യങ്ങൾക്കായി ടാക്സി പെർമിറ്റുള്ള 7 വർഷത്തിൽ കുറവ് പഴക്കമുള്ള കാറ്, ജീപ്പ് എന്നിവ 1 വർഷത്തേക്ക് വാടകയ്ക്ക് നൽകുവാൻ താൽപര്യമുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും മുദ്രവെച്ച ദർഗാസ് ക്ഷണിച്ചു. ദർഗാസുകൾ മാർച്ച് 17 ഉച്ചയ്ക്ക് 1:30 ലഭിക്കണം. ഫോൺ 0487 23 64 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. ക്ഷീരസാന്ത്വനം സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘം സംസ്ഥാനത്ത് 1ാം സ്ഥാനം കരസ്ഥമാക്കി. കേരള സർക്കാരിന്റെ ക്ഷീരവികസന വകുപ്പ് നടപ്പിലാക്കുന്ന ക്ഷീരസാന്ത്വനം സമഗ്ര ഇൻഷുറൻസ് പദ്ധതിയിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്ഷീര കർഷകരെ ഉൾപ്പെടുത്തി മാന്നാമംഗലം ക്ഷീരോത്പാദക സഹകരണ സംഘം സംസ്ഥാനത്ത് 1ാമതെത്തി. മുൻ വർഷങ്ങളിലും സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ക്ഷീരസാന്ത്വനം ഇൻഷുറൻസ് ചേർത്ത സംഘമാണ്. ക്ഷീരവികസന വകുപ്പിന്റെ പദ്ധതികൾ മുൻഗണന നൽകിക്കൊണ്ട് നടപ്പിലാക്കുന്ന ജില്ലയിലെ ഏറ്റവും കൂടുതൽ പാൽ സംഭരിക്കുന്ന സംഘമാണിത്. ജോർജ് പന്തമ്പള്ളി പ്രസിഡന്റായ ഭരണസമിതിയിൽ അഡ്വക്കേറ്റ് ഡേവിസ് കണ്ണൂങ്കാടൻ സെക്രട്ടറിയായും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. പക്ഷികൾക്കായുള്ള ഭോജന പാനപാത്രങ്ങൾ തയ്യാറാക്കി വിദ്യാർത്ഥികൾ. തൈക്കാട് VR അപ്പു മാസ്റ്റർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് പക്ഷികൾക്കായുള്ള പാനസ്നാന ഭോജന വസ്തുക്കൾ നൽകി കാരുണ്യത്തിന്റെ നല്ല പാഠം രചിച്ചത്. വിദ്യാർത്ഥികളുടെ വീടുകളിലും പറമ്പുകളിലും സ്ഥാപിക്കാനുള്ള പാത്രങ്ങളും പക്ഷികൾക്ക് കഴിക്കുവാനുള്ള പലവ്യഞ്ജനങ്ങളുടെ കിറ്റുമാണ് സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഫസ്റ്റ് അസിസ്റ്റന്റ് രഞ്ജിത്ത് P. ആൻഡോ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ മേജർ PJ സ്റ്റൈജു പദ്ധതി വിശദീകരണം നടത്തി. യൂണിറ്റ് NCC ഓഫീസർ ലഫ്റ്റനന്റ് അബ്ദുൾ അസീസ്, അധ്യാപകരായ ശ്രീനിവാസൻ VP, ഷൈഫൻ KU തുടങ്ങിയവർ പ്രസംഗിച്ചു. വിദ്യാർത്ഥി പ്രതിനിധികളായ ആയിഷ, ഷീബ MS, ഫാത്തിമ കബീർ, അവനീന്ദ്രൻ, ഫഹദ്, നിത്യ, അതുൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും കാരുണ്യപൂർവ്വം സംരക്ഷിക്കുമെന്ന് വിദ്യാർത്ഥികൾ പ്രതിജ്ഞയെടുത്തു. വരും ദിവസങ്ങളിലും വിദ്യാലയത്തിലും പരിസരത്തും പക്ഷികൾക്കായി പാനസ്നാന പാത്രങ്ങൾ സ്ഥാപിക്കുമെന്ന് പ്രധാനാധ്യാപിക ചിത്ര ആർ നായർ പറഞ്ഞു. പക്ഷികൾക്കായുള്ള ഭോജന കിറ്റിൽ അരി, ചോളം, ചാമ, ഗോതമ്പ് തുടങ്ങിയ ഭക്ഷ്യവസ്തുക്കളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മണ്ണുത്തി വടക്കാഞ്ചേരി ദേശീയ പാതയിൽ പട്ടിക്കാട് കല്ലിടുക്കിൽ നിർത്തിയിട്ട ലോറിക്ക് പിന്നിൽ മറ്റൊരു ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ ലോറിയുടെ ക്ലീനർ മരിച്ചു. തമിഴ്നാട് കരൂർ സ്വദേശി 40 വയസ്സുള്ള അറുമുഖ സുന്ദര പെരുമാളാണ് മരിച്ചത്. ഡ്രൈവർ കരൂർ വേലുസ്വാമിപുരം സ്വദേശി 45 വയസ്സുള്ള ശക്തിവേലിനെ സാരമായി പരിക്കേറ്റു. പരിക്കേറ്റയാളെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് പാലക്കാട് ഭാഗത്തേക്കുള്ള പാതയിലാണ് അപകടമുണ്ടായത്. കേടായതിനെ തുടർന്ന് ദേശീയപാത കല്ലിടുക്കിൽ അടിപ്പാത നിർമ്മാണം നടക്കുന്ന സ്ഥലത്തിന് സമീപം നിർത്തിയിട്ടിരുന്ന ലോറിയിലാണ് മറ്റൊരു ചരക്ക് ലോറി ഇടിച്ച് കയറിയത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ക്യാബിനിലുണ്ടായിരുന്ന ക്ലീനറും ഡ്രൈവറും പുറത്തേക്ക് തെറിച്ചു വീണു. ദേശീയപാതയിൽ നിന്ന് 3.5 അടിയോളം താഴ്ചയുള്ള സർവീസ് റോഡിലേക്ക് തെറിച്ചു വീണ ക്ലീനർക്ക് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. അറിഞ്ഞില്ലേ, നമ്മുടെ SBS ഗോൾഡിൽ ഹോൾസെയിൽ വിലയിലും കുറഞ്ഞ ഉൽപാദന വില മാത്രം. സാധാരണക്കാർക്ക് ഡിസ്കൗണ്ടും ഓഫറും. സ്വർണം, വെള്ളി ആഭരണങ്ങൾ, വെഡിംഗ് ആഭരണങ്ങൾ, HUD ഹോൾമാർക്ക് 100% 916 ആഭരണങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഓർഡർ പ്രകാരം നിർമ്മിച്ചു നൽകുന്നു. SBS ഗോൾഡ് എന്നും സാധാരണക്കാർക്കൊപ്പം. അപ്പോൾ എങ്ങനെയാ SBS ഗോൾഡിലേക്ക് പോയാലോ? പഴയ സ്വർണം മാറ്റി പുതിയതാക്കുമ്പോൾ പഴയ സ്വർണത്തിന് പൈസ കുറയുന്നുണ്ടോ? ആ പേടിയും വേണ്ട. എല്ലാ ഞായറാഴ്ചയും തുറന്നു പ്രവർത്തിക്കുന്നു. SBS ഗോൾഡ് ജ്വല്ലേഴ്സ്, ഇളംതുരുത്തി. വീണ്ടും വാർത്തയിലേക്ക്. കേരള വെറ്ററിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ മണ്ണുത്തിയിലെ യൂണിവേഴ്സിറ്റി ലൈഫ് സ്റ്റോക്ക് ഫാം ആൻഡ് ഫോൾഡഡ് റിസർച്ച് ഡെവലപ്മെന്റ് സ്കീമിലേക്ക് ടീച്ചിംഗ് അസിസ്റ്റന്റ് നിയമനത്തിനായി വോക്ക് ഇൻ ഇന്റർവ്യൂ നടത്തും. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 20 രാവിലെ 10 മണിക്ക് ULF ഓഫീസിൽ എത്തിച്ചേരണം. പ്രായം 40 വയസ്സിൽ കവിയരുത്. സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും കോപ്പികളും പ്രായപരിധി, യോഗ്യത, പ്രവൃത്തി പരിചയം, ജാതി എന്നിവ തെളിയിക്കുന്ന രേഖകളും സഹിതമാണ് ഹാജരാകേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും നിയമനം സംബന്ധിച്ച നിബന്ധനകൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. മാടിക്കത്ര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വടക്കുഭാഗം കാവടി സമാജം, തെക്കുഭാഗം കാവടി സമാജം, പടിഞ്ഞാറ് ഭാഗം കാവടി സമാജം, ശ്രീമുരുക കാവടി സമാജം എന്നിവ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ ഉച്ചയ്ക്ക് 12 മുതൽ പ്രവേശിച്ചു. പീലിക്കാവടികളും പൂക്കാവടികളും മനം നിറഞ്ഞാടിയ രംഗം ഭക്തി നിർഭരമായി. രാത്രിയും കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിൽ നിറഞ്ഞാടും.
മച്ചാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ OSCയുടെ നേതൃത്വത്തിൽ മച്ചാട് സ്കൂളിൽ നിന്നും വിരമിക്കുന്ന പ്രിൻസിപ്പൽ ഷൈനി ജോസഫ്, LP സ്കൂൾ പ്രധാനാധ്യാപിക NP മാലിനി, UP സ്കൂളിലെ അധ്യാപിക KB ശ്രീമതി തുടങ്ങിയവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. തെക്കുംകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് E ഉമാലക്ഷ്മി ഉദ്ഘാടനം ചെയ്തു. TS കുട്ടപ്പൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K രാമചന്ദ്രൻ, OSA വൈസ് പ്രസിഡന്റ് KN രാജൻ, PTA പ്രസിഡന്റ് അഡ്വക്കേറ്റ് TA നജീബ്, സ്കൂൾ പ്രധാനാധ്യാപിക KK ഷീന, ബിബിൻ ജോസഫ്, തോമസ് M മാത്യു, ജോണി ചിറ്റിലപ്പള്ളി, AK വാവുട്ടി, MB സന്ദീപ്, സച്ചിദാനന്ദൻ കരുമത്ര തുടങ്ങിയവർ പ്രസംഗിച്ചു. എന്നിരുന്നാൽ തന്നെയും അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഏതൊരു ഗവൺമെൻറ് ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 56 വയസ്സായ റിട്ടയർമെൻറ്റ് ചെയ്യാനുള്ളത് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ്. പക്ഷേ ഓരോ സ്കൂളാണെങ്കിലും അതല്ലെങ്കിൽ ആ സ്ഥാപനമാണെങ്കിലും തന്നെ വളരെയധികം കഴിവ് തെളിയിച്ച ആളുകൾ പോകുമ്പോൾ ആ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാകുന്ന നഷ്ടം വളരെ വലുതാണ്. അപ്പോൾ ഇപ്പോൾ നമുക്കറിയാം ഈ സ്കൂളിനെയൊക്കെ സംബന്ധിച്ച് ഷൈനിസൊക്കെ വന്നിട്ട് കുറച്ച് കാലമായിട്ടുണ്ടെന്നുണ്ടെങ്കിലും വളരെ അധികം അടുപ്പം കാണിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഷൈനിസ്. പിന്നെ എനിക്ക് പറയാനുള്ളത് അധ്യാപകരെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് മാഷ് ഒരു അധ്യാപകനായ കാരണം അതിൻ്റെ വിശദവിവരങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. എന്നാലും കുട്ടികൾക്ക് ആദ്യാക്ഷരം പറഞ്ഞു കൊടുക്കുന്നത് മുതൽ അവരെ നല്ല രീതിയിൽ എത്തിക്കുന്നത് വരെയുള്ള ഒരു വലിയ ഉത്തരവാദിത്തമാണ് അധ്യാപകർക്കുള്ളത്. ഇന്നത്തെ അധ്യാപകർ എല്ലാവരും പറയുന്നത്, ഞാനൊക്കെ കുട്ടിക്കാലത്തിൽ എത്തിക്കുന്നത് അധ്യാപകരുടെ ജോലി ഏറ്റവും സുഖാണെന്നുള്ളതായിരുന്നു. പക്ഷെ ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു DPP വരുന്നത് വരെ അതൊരു പക്ഷേ ശരിയായിരുന്നു. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു 25 വയസ്സ് വരെ ട്യൂഷൻ എടുത്ത് ട്യൂഷൻ ക്ലാസ്സും ഇതൊക്കെ നടത്തിയിരുന്നതാണ്. അപ്പോൾ ഞാൻ പഠിച്ച അതേ പാഠങ്ങൾ തന്നെയാണ് എനിക്കും പഠിപ്പിക്കേണ്ട വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കേന്ദ്ര അവഗണന എന്ന വ്യാജ പ്രചരണം അവസാനിപ്പിച്ച് സംസ്ഥാന സർക്കാർ ജനങ്ങളോട് മാപ്പ് പറയണമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രൻ. പാണഞ്ചേരി മണ്ഡലം മഹിളാ കോൺഗ്രസ് മുൻകാല പ്രവർത്തകരെയും രാഷ്ട്രീയ പൊതുരംഗത്ത് പ്രാഗൽഭ്യം തെളിയിച്ച വനിതകളെയും ആദരിച്ചു. കടൽ മണൽ ഖനനം കേന്ദ്ര സർക്കാർ ഉപേക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് AITUC ഒല്ലൂർ മണ്ഡലം കമ്മിറ്റി മണ്ണുത്തിയിൽ പ്രകടനം നടത്തി. മാടിക്കത്ര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ കാവടി ഉത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് Lali's Hypermarket, Lali's Mall, Patikat Center, Thrissur.